ഞാറക്കൽ പി കെ ബാലകൃഷ്ണൻ സ്മാരക ട്രസ്റ്റും പി കെ ബാലകൃഷ്ണൻ സ്മാരക ലൈബ്രറിയും സംയുക്തമായി പി കെ ബാലകൃഷ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പി കെ ബാലകൃഷ്ണന്റെ 33ാം ചരമവാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ വയലാർ അവാർഡിന് അർഹമായ അദ്ദേഹത്തിന്റെ നോവലായ ഇനി ഞാൻ ഉറങ്ങട്ടെ പിന്നിട്ട 50 വർഷങ്ങളെന്ന കൃതിയെക്കുറിച്ച് NM പിയേഴ്സൺ പ്രഭാഷണം നടത്തി. രണ്ടാം ലോക മഹായുദ്ധം ലോകത്തിന് നൽകിയ പ്രധാനപ്പെട്ട സർഗാത്മകമായിട്ടുള്ള ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് അതാണ്. എന്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ഉയർത്തിയിട്ടിരുന്നത്. ഇതേ കാലയളവിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ആ സമയത്ത് നമ്മൾ പറഞ്ഞു എക്സിബിഷൻ എന്ന് പറയുന്നത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ സജീവമായിട്ടിരുന്നത്. പക്ഷേ അതേ കാലയളവിൽ വളർന്നു വന്ന ഒരു പ്രവണത, ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. ആ പുനർനിർമ്മാണ പ്രക്രിയയിലേക്കാണ് പി കെ ബാലകൃഷ്ണൻ കടന്നു വരികയും അദ്ദേഹം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകം എഴുതാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. അപ്പം അന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഈ ഇതിഹാസം ശരിയായിട്ടുള്ള രീതിയിൽ മഹാഭാരതം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മലയാള പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു എന്നുള്ളതാണ്. മാരാരുടെ ഒരു പുസ്തകത്തിന്റെ വാലിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ സർഗാത്മക ശേഷിക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ വികസിച്ച് രൂപപ്പെടുത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു പുസ്തകം ഉണ്ടാകുകയും അത് വളരെ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള രീതിയിൽ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമായിട്ട് മാറിത്തീർന്നു എന്നുള്ളതാണ്. കാരണം അതിനകത്ത് ദൈഷ്ണികമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് സോജൻ വാളൂരാൻ അധ്യക്ഷത വഹിച്ചു. അത്ര സംഘടിതമായ രൂപത്തിലൊന്നും ആയിരുന്നില്ല. പക്ഷെ കേരളത്തിലെ ആദ്യത്തെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് വൈപ്പിനിൽ രൂപപ്പെട്ടത്. പിന്നീട് ഞങ്ങളത് സംഘടിതമായ രൂപത്തിലേക്ക് മാറുമ്പോൾ വൈപ്പിൻകരയ്ക്ക് എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന പത്രപ്രവർത്തകനായ ശ്രീ പി കെ ബാലകൃഷ്ണൻ മരിച്ച് കഴിഞ്ഞ സമയത്താണ് നമ്മളൊരു സംഘടിത രൂപത്തിലേക്ക് മാറുന്നത്. നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് സ്മരണയ്ക്കായിട്ട് നമ്മളൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്, ആ ട്രസ്റ്റിന്റെ അധീനതയിലാണ് നമ്മുടെ പ്രസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഓർമ്മ നിലനിർത്താൻ ഇതിനോട് ചേർന്ന് നമ്മളൊരു ലൈബ്രറി രൂപപ്പെടുത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു പി കെ ബാലകൃഷ്ണന്റെ പേരിലുള്ള കേരളത്തിലുള്ള ഏക ലൈബ്രറിയും സ്മാരകവും ഒക്കെ ഇത് തന്നെയാണ്. കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KS രാധാകൃഷ്ണൻ, ജില്ലാ നിർവാഹക സമിതി അംഗം TR വിനോയ് കുമാർ, ജോയി നായരമ്പലം, സെക്രട്ടറി ഹസീന ഇബ്രാഹിം, ട്രഷറർ PK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.